അടുക്കളയിലായിരുന്ന സുഭദ്ര ധൃതിയിൽ മുകളിലേക്ക് നടന്നു. അടഞ്ഞു കിടക്കുന്ന റോഷ്നി റൂമിന്റെ ഡോർ തുറന്നു. കല്യാണ ദിവസമായിട്ട് പെണ്ണ് എഴുന്നേറ്റില്ലേ ആവും. ഒരുക്കാനുള്ളവരൊക്കെ ഇപ്പോൾ വരും. വാതിൽ തുറക്കുന്നതിന്റെ ഒപ്പം സുഭദ്ര പിറുപിറുക്കുന്നുണ്ട്. വാതിൽ തുറന്നപ്പോൾ ബെഡിൽ ആരുമില്ല. ഇന്നലെ ലച്ചുവും റോഷ്നിയും മഞ്ജുവും കൂടെ കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് സുഭദ്ര പോയത്. ഇന്നിപ്പോ ആരുമില്ല. കുഞ്ഞേ, സുഭദ്ര ഉറക്കെ വിളിച്ചു. ബാത്റൂമിൽ നിന്ന് വെള്ളം വീണ ശബ്ദം കേൾക്കുന്നുണ്ട്. സുഭദ്ര ഒരിക്കൽ കൂടെ വിളിച്ചു നോക്കി. ആ അമ്മ, ഞാൻ കുളിക്കുക. റോഷ്നി ബാത്റൂമിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്തെങ്കിലും പരിപാടി നടക്കുന്ന അന്ന് ആദ്യമായിട്ടാണ് പെണ്ണു പറയാതെ എഴുന്നേൽക്കുന്നത്. അതാലോചിച്ചപ്പോൾ തന്നെ സുഭദ്രയുടെ ചുണ്ടിൽ ഒരു ചിരി തിരിഞ്ഞു. കുളി കഴിഞ്ഞൊരു ബാത്ത് ടവലും ചുറ്റി റോഷ്നി ഇറങ്ങി വരുമ്പോൾ സുഭദ്ര ബെഡിലിരിക്കുന്നുണ്ട്. രാവിലെ 9-നും 9:30-ക്കും ഇടയിലുള്ള സമയത്താണ് മുഹൂർത്തം. ഇപ്പൊ സമയം പുലർച്ചെ 6 മണിയാണ്. രാവിലെ 6:30 ആകുമ്പോഴേക്കും റെഡിയായാൽ ആള് വരും. ഇതിനു മുൻപ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ലച്ചുവും മഞ്ജുവും എഴുന്നേറ്റ് പോയോ? കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നവളെ കണ്ടതും സുഭദ്ര ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അതിനാരിവിടെ കിടക്കുന്നു? രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോ നിങ്ങളെ കിച്ചുമ്മ വന്ന് ലച്ചുമ്മളെ കൊണ്ടുപോയി. ഭാര്യയില്ലാതെ ഭർത്താവിനെ ഉറക്കം വരില്ലെന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ നിങ്ങളുടെ മൂത്ത് മോൻ വന്നിട്ട് കുഞ്ഞില്ലാതെ കിടന്ന ഉറക്കം വരില്ലെന്നും പറഞ്ഞിട്ട് അടുത്ത ആളെയും കൊണ്ടുപോയി. പാവം ഞാൻ ഒറ്റയ്ക്ക് കിടന്നു. മുടിയിൽ കെട്ടിയ ടവലടിച്ച് സുഭദ്രയുടെ കയ്യിൽ കൊടുത്തുകൊണ്ടാണ് റോഷ്നി അത് പറയുന്നത്. അത് സാരില്ല, സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇനി മുതൽ നീയും നിന്റെ ഹരിയും ഇല്ലാതെ കിടക്കില്ല. കിടന്നാൽ നിന്നെ ഉറക്കാൻ വരില്ലെന്ന് പറയും. നോക്കിക്കോ. റോഷ്നി ചെയറിലേക്കിരുത്തി അവളുടെ മുടി തുടച്ചുകൊണ്ടാണ് സുഭദ്ര പറയുന്നത്. അത് കേട്ട് റോഷ്നിയുടെ മുഖം ഉയർത്തി സുഭദ്രയെ നോക്കിയെന്ന് ചിരിച്ചു. ആ ചിരിയിലുണ്ടായിരുന്നു അവൾക്ക് പറയാനുള്ളതെല്ലാം. എഴുന്നേറ്റു. വാതിൽ തുറന്നൊരു ചോദ്യത്തോടെ ലച്ചു അകത്തേക്ക് കയറി. ഒരു സിമ്പിൾ ലോങ് സ്ലീവ്ലെസ് നൈറ്റിയാണ് അവളുടെ വേഷം. ആ വേഷത്തിൽ അവളുടെ വയറൊരു അല്പം സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാവുന്ന തരത്തിൽ ഉന്തി നിൽക്കുന്നുണ്ട്. എഴുന്നേൽക്കാതെ പിന്നെ ഇന്നെന്റെ കല്യാണമാണ്. ഇരുന്ന ഇരിപ്പിൽ നിന്ന് ലച്ചുവിനെ തിരിഞ്ഞു നോക്കാതെ ഒരു പറച്ചിൽ. ഒപ്പം കയ്യിലുള്ള ഫോണിൽ ഹരിയെ വിളിച്ച് ഫോൺ ചെവിയോട് ചേർത്തു. ലച്ചു ഒരു ചെറു ചിരിയുടെ അകത്തേക്ക് കയറി ഷെൽഫ് തുറന്ന് ഇന്ന് ഉടുക്കാനുള്ളതെല്ലാം എടുത്ത് ബെഡിലേക്ക് നിരത്തി വെച്ചു. എഴുന്നേറ്റില്ലേ? അപ്പുറത്തുനിന്ന് ഉറക്കച്ചടവടെയുള്ള ഹരിയുടെ ശബ്ദം കേട്ടപ്പോൾ റോഷ്നി പല്ല് കടിച്ചോട് ചോദിച്ചു. 9 ആകുമ്പോഴേക്കും റെഡിയായി പോരെ കുഞ്ഞി? ആ ചെറുക്കൻ ഇന്നോടെ ഒന്ന് സമാധാനത്തിൽ ഉറങ്ങിക്കോട്ടെ. റോഷ്നി വിളിക്കുന്നത് ഹരിയാണെന്ന് തോന്നിയപ്പോൾ സുഭദ്ര ഒരു ചിരിയോടെ പറഞ്ഞു. റോഷ്നി അവിടെ തലയിലിരിക്കുന്ന സുഭദ്രയുടെ കൈ തട്ടി മാറ്റി അവരെ തുറച്ചു നോക്കി. സുഭദ്ര പറയുന്ന കേട്ട് ചിരിച്ച ലച്ചുവിനും കിട്ടി അതുപോലെ ഒരു നോട്ടം. അമ്മായിമ്മയുടെ വളിച്ച് കോമഡി ഇട്ട് വല്ലാതെ ചിരിക്കാൻ നിൽക്കണ്ട. ഞാൻ നാത്തൂൻ പോരെടുക്കും. ആ വീട്ടിന്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കുഞ്ഞി, ലച്ചുവിനെ നോക്കി കണ്ണുട്ടി പറയുന്നതിനൊപ്പം അപ്പുറത്തുനിന്ന് കടുപ്പത്തിലൊരു വിളി വന്നു. റോഷ്നി അയ്യോ എന്ന പോലെ ഫോണിലേക്ക് നോക്കി. പൊന്നാങ്ങൾ അവിടെയുള്ള വിവരം അവൾ മറന്നു. ചുമ്മാ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ, ഏറ്റിട്ടില്ല. റോഷ്നി പറയുന്ന കേട്ടിട്ടും ഒരു കൂസലമില്ലാതെ ചെയ്തുകൊണ്ടിരുന്ന ജോലി അതുപോലെ ചെയ്യുന്ന ലച്ചുവിനെ നോക്കി അവൾ ഹരിക്ക് മറുപടി കൊടുത്തു. എഴുന്നേൽക്ക്, കുളിച്ച് സുന്ദരനാവാൻ നോക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കേണ്ട കുഞ്ഞി. നീ ഓരോ തിരക്കിലല്ലേ? എനിക്കുണ്ട് ഇവിടെ ഓരോ തിരക്ക്. നീ ഇനി വിളിക്കണ്ട. അമ്പലത്തിൽ മുഹൂർത്തത്തിന്റെ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകും. അത് പോരെ നിനക്ക്? പോരാ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. ഞാൻ വിളിക്കും. എന്നാ നീ വിളിച്ചോ. ഫോൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ ഫോൺ എടുക്കാം. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? റോഷ്നി ഒരു വഴക്കിന് തയ്യാറെടുക്കുമ്പോഴാണ് അഞ്ചു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് റൂമിലേക്ക് കയറി വരുന്നത്. ഇതാ കഴിക്കാനുള്ളത് കൊണ്ടുവന്നു. ഇനി കഴിച്ചിട്ടില്ല, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. അഞ്ചു പറഞ്ഞതും സമയമായി തുടങ്ങിയെന്ന ഒരു തോന്നലധികം സംസാരത്തിന് നിൽക്കാതെ റോഷ്നി വേഗം ഫോൺ വെച്ചു. പിന്നെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരുക്കാനുള്ള ആള് വന്നു. റയാൻഷും ലച്ചും ഹരിയുടെ അടുത്തുനിന്ന് രാത്രിയാണ് ഇങ്ങോട്ട് വന്നത്. ഇനി താലികെട്ട് കഴിഞ്ഞാൽ റോഷ്നിയുടെ കൂടെ അവരും ഹരിയുടെ വീട്ടിലേക്ക് പോകും. അതാണ് പ്ലാൻ. 1.5 മണിക്കൂർ എടുത്ത് റോഷ്നി നല്ല ഭംഗിയായി റെഡിയായി ഇറങ്ങി. അപ്പോഴേക്കും ആ വീട്ടിലെ ബാക്കിയുള്ളവരും റെഡിയായി ഇറങ്ങി. മാറ്റി റെഡിയായി ഇറങ്ങിയതും റോഷ്നിയുടെ ഒരുപാട് സിംഗിൾ ഫോട്ടോ എടുത്തു. എല്ലാവരും റെഡിയായപ്പോൾ എല്ലാവരെയും കൂട്ടി ഫോട്ടോ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കുഞ്ഞേ, ഇതാ ഹരിയാണ്. കാറിൽ കയറിയുമ്പോഴാണ് ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് റയാൻഷ് വരുന്നത്. അവന്റെ ഒരു കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ലച്ചുവുണ്ട്. അവന്റെ കയ്യിലെ ഫോൺ കൈ നീട്ടി വാങ്ങുന്നതിനൊപ്പം റോഷ്നി അവർ രണ്ടുപേരെയും ഒന്ന് നോക്കി. ഗോൾഡൻ നിറത്തിലുള്ള സാരിയും മിതമായ ആഭരണങ്ങളും ഇട്ട് ലച്ചു. അതേ നിറത്തിലുള്ള കുർത്തയും മുണ്ടും ഉടുത്ത റയാൻഷും. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും പറഞ്ഞവൻ. ഫോൺ അവിടെ എത്തിയിട്ട് ഞാൻ വാങ്ങിക്കോളാം. റയാൻഷ് പറയുമ്പോൾ റോഷ്നി ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചിരുന്നു. രാവിലെ അവനോട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അങ്ങനെ ഒരു വിളിക്കാൻ അവൾക്ക് സമയം കിട്ടിയില്ല. അവളത് മറന്നുപോയി. ഹലോ, നല്ലയാളാ. രാവിലെ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോൾ ഞാൻ കരുതി നീ വിളിച്ച ഒരു സ്വൈര്യം തരില്ലെന്ന്. ഹരി പറയുന്ന കേട്ട് റോഷ്നി ഒന്ന് ചിരിച്ചു.
തിരക്കാ ഹരിക്കുട്ടാ. ഞാൻ കരുതിയ പോലെ ഒന്നുമല്ല ഇന്നത്തെ ദിവസം. രാവിലെ എഴുന്നേറ്റതും കുളിച്ചതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും മാത്രം ഓർമ്മയുണ്ട്, ബാക്കിയൊന്നും ഓർമ്മയില്ല. റോഷ്നി ഒരു നിശ്വാസത്തോടെ പറയുമ്പോൾ ഹരിയുടെ ചിരി അവൾ ഇവിടെ കേട്ടു. എന്റെ ഫോട്ടോ കണ്ടോ? ഞാൻ ഏട്ടത്തിയോട് അയച്ചുതരാൻ പറഞ്ഞിരുന്നു. അത് കണ്ടുകൊണ്ടാണ് വിളിച്ചത്. സുന്ദരിയായിട്ടുണ്ട്, വേഗം വായു. ഞാനിവിടെ കാത്തു നിൽക്കാം, നമുക്ക് കല്യാണം കഴിക്കണ്ടേ? ഹരിയുടെ ആ ചോദ്യത്തിന് ചുണ്ട് രണ്ടും അകത്തേക്കാക്കി പതിഞ്ഞൊരു മൂളലായിരുന്നു റോഷ്നിയുടെ മറുപടി. എന്നാ വേഗം വായോട്ടോ. അങ്ങനെ ആ സംസാരം അവിടെ നിന്നു. പിന്നെ നേരെ പോയത് അമ്പലത്തിലേക്കാണ്. കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് റോഷ്നിയുടെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോഴും ഹരിയും റോഷ്നിയും പരസ്പരം കണ്ടിരുന്നില്ല. മുന്നോട്ട് നടക്കുമ്പോൾ റോഷ്നിയുടെ കണ്ണുകൾ ഇത്തിരി അകലെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഹരിയിൽ പതിഞ്ഞു. സ്വർണ്ണക്കരിയുള്ള വെളുത്ത മുണ്ടുടുത്ത് മേൽമുണ്ട് ധരിച്ചു നിൽക്കുന്ന ഹരി റോഷ്നിയുടെ നടപ്പിന് ഇത്തിരി വേഗതയേറി. ആ മുഖമൊന്ന് അടുത്ത് കാണാനായിട്ട് റോഷ്നി വേഗത്തിൽ നടന്നു. പതുക്കെ നടന്നു ആ കുഞ്ഞി, ആ സാരിയൊക്കെ ഇപ്പോൾ അഴിയും. ഹരിയുടെ അടുത്ത് നിൽക്കുന്ന ലച്ചു ഇത്തിരി ഉറക്കം നടന്നു വരുന്നവളെ നോക്കി പറഞ്ഞതും ഹരി തിരിഞ്ഞു നോക്കി. ആ ഒരൊറ്റ നിമിഷം അവൻ്റെ കണ്ണുകൾ ഭംഗിയിലൊന്ന് വിടർന്നു. ഹരിയെ കണ്ട് ലച്ചുവിൻ്റെ കണ്ണുകളും ഭംഗിയിൽ വിടർന്നു. ഹേയ്, അടിപൊളിയായിട്ടുണ്ടല്ലോ. ചന്ദനക്കുറിയൊക്കെ ഇട്ട് നിൽക്കുന്നവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് രണ്ട് കൈ കൊണ്ടും അവനെ കെട്ടിപ്പിടിച്ചൊരു പറച്ചിൽ. ഹരി ഒന്നും മിണ്ടാതെ ഇത്തിരി ചമ്മലോടെ അവളെ ചേർത്ത് പിടിച്ചു. റോഷ്നി അവനെ ഒന്ന് പുണർന്ന ശേഷം അകന്നു മാറി. സമയമായി. മനസ്സ് നിറഞ്ഞ സന്തോഷകരമായ ഒരു ജീവിതം തരാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. തിരുമേനി പറഞ്ഞതും ഹരിയും റോഷ്നിയും മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന അവിടെ എല്ലാ ബന്ധുക്കളും മനസ്സൊരുക്കി കൈകൾ കുപ്പി പ്രാർത്ഥിച്ചു. മനസ്സൊരുക്കി നല്ലൊരു സന്തോഷമുള്ള ആരോഗ്യമായുസ്സുമുള്ള നല്ലൊരു ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ണുകൾ തുറന്ന് ഹരി ചുറ്റും നോക്കി. അവന് വേണ്ടപ്പെട്ടവരൊക്കെ അടുത്തില്ലെന്നാണ് നോക്കിയത്. എല്ലാവരും അടുത്തു തന്നെ നിൽക്കുന്നുണ്ട്. വാങ്ങിച്ചോളൂ. തിരുമേനി താലി കൈ നീട്ടി കാണിച്ചപ്പോൾ ഹരി ഉച്ചത്തിൽ മിടിക്കുന്ന നെഞ്ചിരിപ്പോടെ അത് വാങ്ങി. ഉള്ളിൽ നിറഞ്ഞു കവിയുന്ന ഒരു സന്തോഷമുണ്ട്. പക്ഷെ അതിലും വലുതായി എന്തിനൊരു ടെൻഷൻ, എന്തിനൊരു സങ്കടം. താലി കയ്യിൽ വാങ്ങിയ നിമിഷം ഹരി ലച്ചുവിനെ നോക്കി. ഇപ്പൊ കരയുമെന്ന പോലെ കണ്ണിൽ വെള്ളം തുളുമ്പി നിൽക്കുന്നുണ്ട്. അവളെ രണ്ട് തോളിലും പിടിച്ച് അവളുടെ പുറം റയാൻഷിന്റെ നെഞ്ചിലേക്ക് ചാരി വെച്ചുകൊണ്ട് റയാൻഷും നിൽക്കുന്നുണ്ട്. ഹരിയുടെ നോട്ടം അവരിൽ നിന്നൊക്കെ റോഷ്നിയിലേക്ക് നീണ്ടു. കൈകൾ കുപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുകയാണ് അവൾ. ഹരിയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ തന്നെ അവൻ ആ താലി അവളുടെ കഴുത്തിലേക്ക് കെട്ടി. കണ്ണിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന കണ്ണുനീർ ഒരു വിരൽ കൊണ്ട് തട്ടിക്കളഞ്ഞ ശേഷം ലച്ചു റോഷ്നിയുടെ മുടി പിടിച്ചു കൊടുത്തു. കഴുത്തിൽ രണ്ട് സൈഡിലും ഹരിയുടെ കൈൻ്റെ ചൂടും മുഖത്ത് അവന് നിശ്വാസവും തട്ടിപ്പോൾ റോഷ്നി കണ്ണുകൾ തുറന്നു. തൊട്ടടുത്ത് ഹരിയുടെ മുഖം. അവൻ്റെ ഇടത്തേക്കവൾ അവളുടെ വലത്തേക്കവൾ ഉരസിക്കൊണ്ട് 3 കെട്ടും നല്ലതുപോലെ മുറുക്കി കെട്ടിയ ശേഷം അവൻ ആ നെറ്റിയിൽ പതിഞ്ഞൊരു ഉമ്മ കൊടുത്തു. രണ്ടുപേരുടെയും കണ്ണുകൾ ഒരുപോലെ കലങ്ങിയിരുന്നു. നെറ്റിൽ നിന്നും അവൻ അവൻ്റെ ചുണ്ടുകൾ പെന്നിലേക്ക് വലിച്ചതും റോഷ്നി ഒന്ന് തേങ്ങി. ഹരി അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. അവരുടെ ചുറ്റും നിന്ന് ആ രംഗം കാണുന്ന അവരുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. എങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടന്നിരുന്ന ഹോസ്പിറ്റൽ ദിവസങ്ങളാണ് എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നുപോയത്. ഇനി സിന്ദൂരം ചാർത്തിക്കൊള്ളൂ. തിരുമേനി പറഞ്ഞതും റോഷ്നി അവനിൽ നിന്നും അകന്നു മാറി. അത് ശരി, ഇനി അങ്ങനെ ഒന്നുകൂടെ ഉണ്ടല്ലേ എന്ന പോലെ കണ്ണുകളൊന്ന് പതിയെ തുടച്ച ശേഷം അവളൊരു ചീച്ചയുടെ ഹരിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ സിന്ദൂരം വിരലിലെടുത്ത് നെറ്റിയിൽ ചാർത്തി കൊടുത്തിരുന്നു. പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാലയിട്ട് കൊടുത്തു. അത് ചാർത്തി എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഹരി ലച്ചും കൂടെ ഫോട്ടോ എടുത്തു. ഒരു ലിപ് സ്റ്റാൻ പറ്റുമോ ചേട്ടാ? ഫോട്ടോഗ്രാഫർ ചോദിച്ചതും ഹരി നോക്കിയത് റോഷ്നിയാണ്. അതിനെന്താ, എത്ര എണ്ണമെന്ന പോലെയാണ് അവിടെ നിൽപ്പ്. റോഷ്നി തംസപ്പ് കാണിച്ചതും ക്യാമറമാൻ ക്യാമറ ശരിയാക്കി. ഒരു തുണിൽ ചാരി കണ്ണും കടച്ചു നിൽക്കുന്ന റോഷ്നി അവളുടെ ഇടം വലം കൈകുത്തി അവളുടെ ചുണ്ടിലേക്ക് ഹരി ചുണ്ടും മുട്ടിച്ചു. ക്ലിക്ക്. അത് നല്ലൊരു പോസായി. പിന്നെയും ഇഷ്ടം പോലെ പോസുകൾ. ക്യാമറമാൻ പറയുന്ന ഓരോ പോസിനും വരനും വധുവും മുടക്കമൊന്നും പറയാതെ നിന്നുകൊടുത്തു. അതാണ് ഹൈലൈറ്റ്. ക്യാമറാന്മാരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ ഒരു കപ്പിൾസ്. അവരെന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു കപ്പിൾസ്. മതി, എന്ത് ഫോട്ടോയാണിത്? ഒരു അവസാനില്ലേ? ഹരിയുടെ വല്യച്ഛനാണ്. രണ്ടും കൂടെ കുറേ നേരമായി പുറത്തേക്ക് പോയിട്ട് ഇതുവരെയും കാണാനില്ല. വീട്ടിലേക്ക് ഇറങ്ങാൻ സമയമായിട്ടും പെണ്ണിനെയും ചേക്കനെയും കാണാനില്ല. അതുകൊണ്ട് തിരിഞ്ഞു വന്നതാണ്. സമയം ഇത്രേ, ഇനി ബാക്കി വീട്ടിൽ പോയിട്ട് എടുക്കാം. ഞങ്ങളുടെ പിന്നാലെ വന്നാൽ മതി. ക്യാമറാമാനെ നോക്കി റോഷ്നി പറയുമ്പോൾ ആ പയ്യൻ ചീരിയോടെ തലകുലുക്കി. ഹരിയുടെ വീട്ടിൽ വെച്ചായിരുന്നു സദ്യ. അപ്പോഴേക്കും എല്ലാവരും അമ്പലത്തിനും ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചിരുന്നു. വലതുകാൽ വെച്ച് പ്രാർത്ഥിച്ച് കയറി വാ. നിലവിളക്ക് റോഷ്നിയുടെ നേരെ നീട്ടിപ്പിടിച്ച് ലച്ചുവിന്റെ പിന്നിൽ നിന്നും വല്യമ്മ പറയുമ്പോൾ റോഷ്നി കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ച ശേഷം കൈ നീട്ടി നിലവിളക്ക് വാങ്ങി. അവൾക്കൊപ്പം ഹരിയും വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. അവനും അതൊരു തുടക്കമാണല്ലോ, ഭർത്താവ് എന്നൊരു പുതിയ തുടക്കം. നിലവിളക്കുമായി റോഷ്നി പൂജാമുറിയിൽ കയറിയ സമയം പിന്നാലെ ഹരിയും കയറി.
രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ച ശേഷം പൂജാമുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അതിനിടയിൽ ഭക്ഷണം വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാനിരുന്നു. റോഷ്നിയും ഹരിയും ലച്ചും റയാൻഷും ഒക്കെ ഇരുന്നു. ഒരു ഉരുള വാരി കൊടുക്ക് ചേട്ടാ. ഒരുമിച്ചുള്ള ആദ്യത്തെ ഉരുള വാരി കൊടുത്താൽ എന്നും വാരി കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന ആ സ്നേഹം നിലനിൽക്കും. ക്യാമറമാൻ ചിരിയോടെ പറയുമ്പോൾ ആ ചിരി ഹരിയിലേക്കും റോഷ്നിയിലേക്കും പടർന്നു. ഹരിയുടെ നോട്ടം പോയത് അവന്റെ തൊട്ടടുത്തിരിക്കുന്ന ലച്ചുവിലേക്കാണ്. അവളുടെ അപ്പുറത്തിരുന്ന റയാൻഷ് അവളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഓരോ ഉരുള ഉരുട്ടി ലച്ചുവിന്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുമുണ്ട്. ഇതൊന്നും ഫോട്ടോ എടുത്തേ. ഇവിടെ ആൽബത്തിൽ ഇങ്ങനെയുള്ള മനോഹരമായ നിമിഷങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ഒരു ഫോട്ടോ എടുത്തു. ഹരി പറയുമ്പോൾ ക്യാമറാമാൻ ലച്ചുവിൻ്റെയും റയാൻഷിൻ്റെയും ഫോട്ടോ എടുത്തു. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന പോലെ റയാൻഷ് അതിനൊന്നും വലിയ മുഖം കൊടുത്തില്ല. അവൻ്റെ താല്പര്യം ഇല്ലായ്മ കണ്ടുകൊണ്ടാവാം ആരും പിന്നെ അവരെ നിർബന്ധിച്ചില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും തിരിച്ചുപോയി. വൈകിട്ട് റിസപ്ഷനാണ്. എല്ലാവരും കൂടെ വൈകിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകാനാണ് പ്ലാൻ. എല്ലാവരും കൂടെ പോയതും ലച്ചു റോഷ്നിയെ കുട്ടി താഴെയുള്ള ഒരു മുറിയിൽ കയറി. ഹരിയുടെ റൂം മുകളിലല്ലേ, ഞാൻ മുകളിലേക്ക് പൊയ്ക്കോളാം. റോഷ്നി ഉടുത്തു മാറാനുള്ളതെല്ലാം ഷെൽഫിൽ നിന്നും എടുക്കുമ്പോഴാണ് റോഷ്നി അങ്ങനെ പറഞ്ഞത്. ലച്ചു അതിലൊന്ന് ചിരിച്ചു. റിസപ്ഷൻ കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഏട്ടൻ്റെ റൂമിലേക്ക് പോവാം. ഇപ്പം എന്തായാലും ഇങ്ങനെ പോട്ടെ. കുളി കഴിഞ്ഞിട്ട് കുറച്ചു നേരം കിടന്നു. വൈകിട്ട് റെഡിയാകാനുള്ള ആൾ വരുമ്പോൾ നമുക്ക് നോക്കാം. ലച്ചു റോഷ്നിയുടെ കവിൾ തലോടിക്കൊണ്ട് പറഞ്ഞു. ലച്ചു തന്നെയാണ് റോഷ്നിയുടെ സാരിയൊക്കെ അഴിക്കാൻ കൂടെ നിന്നത്. റോഷ്നി കുളി കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ ലച്ചു കുളിയൊക്കെ കഴിഞ്ഞ് ബെഡിൽ കിടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് കിടക്കാൻ ഭാര്യ വേണമെന്നില്ലേ? ലച്ചുവിനെ നോക്കി കളിയോടെ റോഷ്നി ചോദിച്ചു. അതിൻ്റെ ലച്ചു ഒന്ന് ചിരിച്ചു. കിച്ചുവേട്ടൻ ഉച്ചയ്ക്ക് കിടക്കില്ല, രുദ്രേട്ടൻ്റെ കൂടെ ഓഡിറ്റോറിയം വരെ പോയിരിക്കുക. ലച്ചു ചീരിയുടെ മറുപടി പറഞ്ഞതും റോഷ്നി അവളുടെ അടുത്തേക്ക് കിടന്നു. രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചെറിയൊരു മയക്കത്തിലേക്ക് വീണു. എല്ലാം കഴിഞ്ഞ് റോഷ്നി റൂമിൽ നിന്നും റെഡിയായി താഴേക്കിറങ്ങി. അവളെ കാത്തുന്ന പോലെ ഹാളിൽ എല്ലാവരും ഇരുന്നിരും. റോഷ്നി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ അവളെ നേരെ നീണ്ടു. ചുവന്ന നിറത്തിലുള്ള ഗൗണിൽ ഒരു പ്രിൻസസിനെ പോലെ നടന്നു വരുന്നവളെ കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ വിടർന്നു. സുന്ദരിയായിട്ടുണ്ട്. ലച്ചു റോഷ്നിയെ അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ പതിയെ ഒരു ഉമ്മ കൊടുത്തു. റോഷ്നി ഒരു ചിരിയുടെ സെറ്റിലിരിക്കുന്ന ഹരിയെ നോക്കി. ബ്ലാക്ക് പാന്റും വൈറ്റ് ഷർട്ടും ഇൻസെർട്ട് ചെയ്ത് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. വൈറ്റ് ഷർട്ടിന് മുകളിൽ ബ്ലാക്ക് നിറത്തിലുള്ള കോട്ട് വരുന്നുണ്ട്. ഇതവൻ ഇട്ടിട്ടില്ല. ഇറങ്ങാൻ വീടാനാകും. എന്നാ ഇറങ്ങിയാലോ? വല്യച്ഛൻ ചോദിച്ചതും ഹരി ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് റോഷ്നിയുടെ അടുത്തേക്ക് നടന്നു. റോഷ്നി പുരികം പൊക്കി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഹരി കൈ കൊണ്ട് സൂപ്പർ എന്ന് കാണിച്ചു. ഏട്ടാ, പുറത്തുനിന്ന് അകത്തേക്ക് വന്ന റയാൻഷിനെ കണ്ടതും റോഷ്നി അവളുടെ ഗൗൺ പിടിച്ചു പോക്കിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി. കാണുന്നത് പോലെയല്ല, ഗൗൺ അത്യാവശ്യത്തിലധികം കനമുണ്ട്. നന്നായിട്ടുണ്ടല്ലോ. റോഷ്നിയെ ചേർത്ത് പിടിച്ച് അവളെ നെറുകയിലൊന്ന് മുത്തിക്കൊണ്ട് അവനത് പറഞ്ഞത്. റോഷ്നി രണ്ട് കൈകൊണ്ടും അവനെ ചുറ്റിപ്പിടിച്ചു. ഹരിയും ലച്ചും ഒക്കെ കൂടെ ഉണ്ടെങ്കിലും റയാൻഷ് കൂടെ ഉള്ളത് സന്തോഷവും ധൈര്യവും ആവില്ലല്ലോ. സ്വന്തം സഹോദരൻ കൂടെ ഉള്ളതൊരു ആശ്വാസം തന്നെയാണല്ലോ. എല്ലാം കഴിഞ്ഞില്ലേ, ഇനി ഇറങ്ങിയാലോ? റയാൻഷ് റോഷ്നി ഇടത്തെ കൈയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് വലത്തെ കൈ ലച്ചുവിന്റെ നീട്ടിക്കൊണ്ടാണ് അവനത് ചോദിച്ചത്. എല്ലാവരും അത് സമ്മതിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. റയാൻഷ് ഡ്രൈവിംഗ് സീറ്റിലേക്കും ലച്ചു കോ ഡ്രൈവിംഗ് സീറ്റിലേക്കും കയറിയിരുന്നു. റോഷ്നി ഹരിയും പിന്നിലായും കയറിയിരുന്നു. ഓഡിറ്റോറിയത്തിലെത്തിയതും എല്ലാവരും കാറുകളിൽ നിന്നും ഇറങ്ങി. ഹരി കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും അവൻ ഷർട്ടിന് മുകളിൽ കറുപ്പ് കോട്ടിട്ടിരുന്നു. ഹരി കാറിനകത്തേക്ക് നോക്കി കൈ നീട്ടിയതും റോഷ്നി അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും വിടർന്ന കണ്ണുകളോടെ അവരെ നോക്കി. അത്രമേൽ ഭംഗിയുള്ള മനോഹരമായ ജോഡി. സ്റ്റേജിൽ അവർ രണ്ടുപേരും അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു രാജകുമാരനും രാജകുമാരിയും നിൽക്കുന്നത് പോലെ എല്ലാവർക്കും തോന്നി. റോഷ്നിയുടെ കുടുംബക്കാരായിരുന്നു മൊത്തത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും അവരെ രണ്ടുപേരെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു. ഫോട്ടോ എടുത്തു. ഫാമിലി മൊത്തം ഫോട്ടോ എടുത്ത് ഇറങ്ങുമ്പോൾ ലച്ചു ഒന്ന് വീഴാൻ പോയി. റയാൻഷിന്റെ കൈകൾ രണ്ടും അവളെ വയറിനെ പൊതിഞ്ഞു പിടിച്ചു. ഇനി കുറച്ചു നേരം മടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കെ. കുറെ നേരമായില്ലേ ഈ നടത്തം തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും ഒരു ഭാഗത്തിരിക്ക്. രാത്രി കാൽ വേദനിക്കുന്നു, തണ്ടൽ വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു തരില്ല. പറയുന്നതിനൊപ്പം ലച്ചുവിനെ ഒരു സീറ്റിലേക്ക് ഇരുത്തി. ലച്ചു സീറ്റിലേക്ക് ഇരുന്ന് അവരെ മുഖമുയർത്തി നോക്കിയെന്ന് ചിരിച്ചു. ഒരു കളിയാക്കി ചിരി. വേദന ഇല്ലെങ്കിൽ കൂടെയും അവൻ കാലും കൈയും ഒഴിഞ്ഞു തരാതെ ഉറങ്ങില്ല. അങ്ങനെയുള്ളവൻ വേദനയുണ്ടെങ്കിൽ ചെയ്തു തരാതെ ഇരിക്കുവോ? ചിരിക്കേണ്ട, കുറച്ചു നേരം ഇവിടെ ഇരിക്കെ, ഞാൻ അപ്പുറത്തേക്ക് പോയി വരുന്നവരെയൊക്കെ ഒന്ന് ക്ഷണിക്കട്ടെ. അതും പറഞ്ഞിട്ട് റയാൻഷ് അങ്ങോട്ട് പോയി. അപ്പോഴാണ് അഞ്ജു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നത്. അഞ്ജുവും കുഞ്ഞും കൂടെ ലച്ചുവിന്റെ തൊട്ടടുത്തുള്ള ചെയറിലേക്കിരുന്നു. കുഞ്ഞുസേ, ലച്ചുമിടെ പൊന്നെ. ലച്ചു കുഞ്ഞിനെ അഞ്ജുവിന്റെ മടിയിൽ നിന്നും വാരിയെടുത്തു. കുഞ്ഞിനെ മടിയിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് ലച്ചു കുറെ നേരം അവിടെ ഇരുന്നു. കുറച്ചു നേരം അവിടെ കൂടെ ഇരുന്ന ശേഷം അഞ്ജുവും ഓരോ തിരക്കിലേക്ക് പോയി. കുറെ നേരത്തെ കളിയും ചിരിയും ശേഷം കുഞ്ഞ് ലച്ചുവിന്റെ മടിയിൽ കിടന്ന് ഉറക്കം പിടിച്ചു.
പുത്തനെടുപ്പും ആളും ബഹളവും ഒക്കെ കുഞ്ഞാകെ ക്ഷീണിച്ചിട്ടുണ്ട്. ലച്ചു അവിടെ ഇരുന്നുകൊണ്ട് സ്റ്റേജിലേക്ക് നോക്കി. ആരോട് എന്തോ പറഞ്ഞിട്ട് ചിരിക്കുകയാണ് ഹരിയും റോഷ്നിയും. അവർ ഫോട്ടോ എടുക്കുന്നതും ചിരിക്കുന്നതും സംസാരിക്കുന്നതും വഴക്ക് കൂടുന്നതും ഒക്കെ ലച്ചു ഒരു ചിരിയോടെ നോക്കിക്കാട്ടും. തിരക്കൊന്ന് കുറഞ്ഞപ്പോൾ റയാൻഷും ലച്ചും സ്റ്റേജിൽ കയറി. അവർ 4 പേരും കൂടെ കുറച്ചധികം ഫോട്ടോസുകൾ എടുത്തു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഒരുവിധം ആളുകളെല്ലാം പോയ ശേഷം ഹരിയും റോഷ്നിയും പോവാനായി ഇറങ്ങി. കാർ നീ ഓടിച്ചോ. ശ്രീയെ നീ കൊണ്ടുപോകുന്നുണ്ടോ അതോ ഞാൻ വരുമ്പോ കൊണ്ടുവന്നാ മതിയോ? പോക്കറ്റിൽ നിന്നും കാറിന്റെ കീയെടുത്ത് ഹരിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ റയാൻഷ് ചോദിച്ചു. ലച്ചു എന്തിനാ ഇനി ഇവിടെ? നേരത്തെ വീട്ടിലെത്തിയ നേരത്തെ കിടന്നോടെ. നീ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് വാ. ഹരി പറയുമ്പോൾ റയാൻഷ് പിന്നെ മുടക്കൊന്നും പറഞ്ഞില്ല. ലച്ചുവിനെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് അവൻ തന്നെ ഇരുത്തി. റോഷ്നി പിന്നിലുമായി കയറി. ഹരിയുടെ വീട്ടുകാരൊക്കെ കുറച്ചു നേരത്തെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ഹരി വീട്ടിൽ കാർ നിർത്തുമ്പോൾ എല്ലാവരും അവിടെ മുറ്റത്ത് തന്നെ അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നിരുന്നു. കുഞ്ഞും മുകളിലെ എന്റെ മുറിയിലേക്ക് ചെല്ല്, ഞാൻ കുറച്ചു കഴിഞ്ഞ് വരാം. കൂട്ടുകാരെ ഒന്ന് കാണാം, ചെറിയൊരു പാർട്ടിയുണ്ട്. വണ്ടി നിർത്തി അതിൽ നിന്ന് ഇറങ്ങുന്ന റോഷ്നിയെ നോക്കി ഹരി പറഞ്ഞു. പാർട്ടി എന്നൊക്കെ പറഞ്ഞ് കുടിച്ചിട്ട് വന്നാലുണ്ടല്ലോ കൊല്ലും ഞാൻ. ഹരിയുടെ സീറ്റിന്റെ ഭാഗത്തെ ഗ്ലാസ് വഴി തല്ല ഉള്ളിലേക്കിട്ട് റോഷ്നി പറയുമ്പോൾ ഹരി അവളുടെ കവിളിൽ പതിയൊന്ന് തലോടി. ഹരിക്ക് അങ്ങനെയുള്ള ഒരു ദുശീലവും ഇല്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ചുമ്മാ എല്ലാ ഭാര്യമാരും പറയുന്നത് പോലെ അവളൊന്ന് പറഞ്ഞു നോക്കിയതാണ്. നേരത്തെ വരാം, ഉറങ്ങിക്കളയരുത്. റോഷ്നിയുടെ കണ്ണുകളിലേക്ക് നോക്കി കുറുമ്പോടെ രഹസ്യമായൊരു പറച്ചിൽ. റോഷ്നി ഉമ്മർത്ത് നിൽക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് മൂളി. അവൾക്ക് വല്ലാത്ത നാണം വന്നു. അത് അവനിൽ നിന്ന് മറച്ചുകൊണ്ടൊരു നിൽപ്പ്. ഹരി റോഷ്നി ഒന്നോടെ നോക്കിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. വാ. ലച്ചു നീട്ടിപ്പിടിച്ച കൈയിലേക്ക് കൈ ചേർത്തുകൊണ്ട് റോഷ്നി അകത്തേക്ക് കയറി. പിന്നാലെ ബാക്കിയുള്ളവരും കയറി. ലച്ചു റോഷ്നി കൊണ്ട് നേരെ പോയത് ലച്ചുവിന്റെ റൂമിലേക്കാണ്. കുളിച്ചു മാറ്റി സുന്ദരിയായിട്ട് റൂമിലേക്ക് പോവാം. റൂമിലേക്ക് കയറുമ്പോൾ ലച്ചു ചിരിയോടെ പറഞ്ഞു. റോഷ്നിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. എന്റെ ഡ്രസ്സ് ഞങ്ങളെ റൂമിലല്ലേ, ഞാൻ അവിടുന്ന് കുളിച്ചു മാറ്റിക്കോളാം. റോഷ്നി ഒരു വല്ലായ്മയോടെ പറഞ്ഞു. ലച്ചു ഷെൽഫിൽ നിന്നും റോഷ്നിക്ക് ഉടുക്കാനുള്ള സെറ്റ് സാരി പുറത്തെടുത്തു വെച്ചു. അപ്പോഴേക്കും ഹാരിയുടെ കസിൻസ് റൂമിലേക്ക് വന്നു. കുപ്പിവെള, പാല്, മുല്ലപ്പൂ, ഫ്രൂട്ട്സ് അങ്ങനെ എന്തൊക്കെയോ അവിടെ കൈകളിലുണ്ടായിരുന്നു. നിങ്ങൾ ഇതൊക്കെ ഒന്ന് അഴിച്ചു കൊടുക്കോ, ഞാൻ ഒന്ന് കുളിക്കട്ടെ, ആകെ ഒരു ക്ഷീണം. ഏട്ടത്തി കുളിച്ചിട്ട് വരാം. റോഷ്നിയെ നോക്കി ലച്ചു ചോദിച്ചതും അവൾ അതിന് തല കുലുക്കി. പിന്നെ എന്തോ ആലോചിച്ച പോലെ ഗൗൺ പൊക്കി പിടിച്ചുകൊണ്ട് ലച്ചുവിന്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന ലച്ചു അവൾ കൊടുക്കാനുള്ള ഡ്രസ് ഷെൽഫിൽ നിന്നും എടുക്കുന്നതിന്റെ ഒപ്പം റോഷ്നി തിരിഞ്ഞു നോക്കി. ഞാൻ ഈ സെറ്റ് സാരിക്ക് കൊടുത്താണോ റൂമിൽ പോകുന്നത്? ലച്ചുവിന്റെ ചെവിയിൽ രഹസ്യം പോലൊരു ചോദ്യം. ലച്ചു അതിന് തല കുലുക്കി. എനിക്ക് സെറ്റ് സാരി ഒന്നും വേണ്ട. ഹരി എനിക്ക് നല്ല ഭംഗിയുള്ള നൈറ്റി വാങ്ങി തന്നിട്ടുണ്ട്, ഞാനതിട്ട് ഒരുങ്ങിക്കോളാം. ലച്ചുവിന്റെ ചെവിൽ രഹസ്യം പോലെ റോഷ്നി പറഞ്ഞതും ലച്ചു റോഷ്നി അടിമുടി ഒന്ന് നോക്കി. ഈ പെണ്ണ്. ലച്ചുവിന്റെ ചുണ്ടിലൊരു ചിരി വീരിഞ്ഞു. അതൊരു പൊട്ടിച്ചിരിയിലേക്ക് മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല.